നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. മൂകരും ബധിരരുമായ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ അടച്ചതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കോവിഡിന് ശേഷം ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. പലരും ഭീമമായ തുക നൽകിയാണ് ഇപ്പോൾ താമസ സൗകര്യം കണ്ടെത്തിയിരിക്കുന്നത്. കുറഞ്ഞ വാടകയിൽ നല്ല ഭക്ഷണവും മികച്ച താമസ സൗകര്യവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2022 ഓഗസ്റ്റിലാണ് നിഷിൽ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയത്. എന്നാൽ കൃത്യം 6 മാസത്തിന് ശേഷം 2023 ഫെബ്രുവരിയിൽ ഹോസ്റ്റലിന് പൂട്ടുവീണു. കോവിഡ് വ്യാപനം കണക്കിലെടുത്തായിരുന്നു അന്ന് ഹോസ്റ്റൽ അടച്ചത്. എന്നാൽ കോവിഡ് മാറി നാളിത്ര കഴിഞ്ഞിട്ടും ഹോസ്റ്റൽ തുറന്നില്ല. നിഷിലെ വിദ്യാർത്ഥികൾ പ്രത്യേകമായി സമൂഹത്തിന്റെ പ്രത്യേകമായ ഒരു പരിഗണന ആവശ്യമുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് ആ തരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ നിലവിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ അവിടെ ഹോസ്റ്റൽ സംവിധാനം പ്രവർത്തിച്ചിരുന്നു, നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം പെട്ടെന്നാണ് അവിടെ ഹോസ്റ്റൽ സംവിധാനം നിർത്തലാക്കിയത്. നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഭീമമായ തുക ഈടാക്കുന്ന ഹോം സ്റ്റേകൾ മാത്രമാണ് ആശ്രയം. ഹോം സ്റ്റേ നടത്തുന്നതിന് പ്രത്യേക അനുമതിയോ കാര്യങ്ങളോ വാങ്ങാതെയാണ് അവിടെ ഹോം സ്റ്റേ സംവിധാനം നടക്കുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവർക്ക് സംസാരിക്കാനും കേൾവിയും ശക്തി അങ്ങനെ ഇല്ലാത്ത വിദ്യാർത്ഥികളാണ്. അവരെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, വിദ്യാർത്ഥികളും ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിൽ ചൂഷണം നേരിടുമെങ്കിൽ തന്നെയും അവർക്കത് പൊതുസമൂഹത്തോട് പറയാൻ തന്നെ കഴിയാത്ത തരത്തിലേക്കുള്ള വലിയൊരു ബുദ്ധിമുട്ട് ഉള്ള വിദ്യാർത്ഥികളാണ്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് ഹോസ്റ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതെന്നും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിന്റെ നടത്തിപ്പിനായുള്ള തുക പോലും ഇതിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നുമാണ് അധികൃതർ പറയുന്നത്. അതേസമയം പരിമിതികളുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് യൂത്ത് ലീഗ്. മീഡിയ 1 തിരുവനന്തപുരം.